ഹലോ, ഇന്നൊരു ഹെയർ പാക്ക് വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ പറിക്കാനായിട്ട് പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം മാളൂട്ടിയും നമ്മളെ സഹായിക്കാനായിട്ട് ഇതേ കൂടെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ പറിക്കണത്. അപ്പം ചെമ്പരത്തിയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാം. മുടി നന്നായിട്ട് വളരാനും നീളം വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും. അപ്പം നമ്മളിത് അത് ആവശ്യത്തിന് പറിക്കുകയാണ്. അടുത്തത് നമ്മൾ മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ പറിക്കണത്. മുരിങ്ങയുടെ ഇല നമുക്ക് മുടി വളരാനും മുടി നന്നായിട്ട് കറുക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അത് നമ്മളിത് ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മരുന്ന് ചെത്തിയാണ് കേട്ടോ. മരുന്ന് ചെത്തി നമ്മുടെ മുടി നന്നായിട്ട് സിൽക്കി ആവാനും മുടി നന്നായി കറുക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അത് നമ്മളിത് ആവശ്യത്തിന് പറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുടിയിലുണ്ടാവുന്ന താരൻ, തലയിലെ കുരുക്കൾ, മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നമ്മളോട് ഒരുപാട് സഹായിക്കുന്ന ആര്യവേപ്പാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മളിത് പറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടാകുന്ന ജലദോഷം, നീരിറക്കം, തലവേദനയൊക്കെ മാറാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പനിക്കൂർക്ക നമുക്കിത് ആവശ്യത്തിന് പറിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കയ്യോന്നി കുറച്ച് പറിച്ചെടുക്കാം. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അകാല നരയ്ക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ കയ്യോന്നി. ഇനി നമ്മൾ പറിക്കാനായിട്ട് പോകുന്നത് തുളസിയാണ് കേട്ടോ. നമ്മുടെ മുടിയിലുണ്ടാകുന്ന മണം, പേൻ്റെ ശല്യം, മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കും നമ്മുടെ തുളസി. അത് നമ്മൾ ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറിക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പം കറിവേപ്പില നമ്മുടെ മുടി നല്ല കറുത്ത കട്ടിയുള്ള മുടിക്കും നര മാറാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കും. അത് നമ്മളിത് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കളും ഇലകളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം നന്നായിട്ട് ഇനി ഉണക്കിയെടുക്കണം. അപ്പം നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളൊക്കെ നന്നായിട്ട് നമുക്കിത് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ഇലകളും പൂക്കളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ചായലയുടെ വെള്ളത്തിലോ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാം. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് നോർമൽ വാട്ടറിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കുറേ എണ്ണ തേക്കേണ്ട, നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പാക്ക് നമ്മൾ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.